ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരുപാട് റെസിപ്പികൾ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് മംഗലച്ചോറ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഇതെന്ന് വെച്ചാൽ കല്യാണ തലേന്ന് നമ്മളെ വടകര തലശ്ശേരി ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു കോംബോ ആണ് വെച്ചാൽ നെയ്ച്ചോറ്, ബീഫ് കറി, കോഴി പൊരിച്ചത്, ചമ്മന്തി, പരിപ്പ് കറി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അത് ഞാൻ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ ആദ്യം തന്നെ മസാല തേച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. 1 കിലോ ചിക്കനാണ് എടുത്തത് കേട്ടോ. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താണ്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയത് ഇതാ ഒരു മുട്ട കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ട തന്നെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചിക്കൻ കഴുകി എടുക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം പോക്കിയിട്ട് തന്നെ എടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ മറ്റുള്ള പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് സമയം മസാലയൊക്കെ പിടിച്ച് ആയിക്കോളും. അത്രയും സമയം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പരിപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പരിപ്പിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളവിടുന്ന് ഈ ഒരു കല്യാണത്തലേന്ന് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കും, നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ടേസ്റ്റ് വരില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പം സാധാ പരിപ്പ്, നമ്മൾ സാമ്പാർ വെക്കുന്ന പരിപ്പാണ് കേട്ടോ. 1 കപ്പാണ് എടുത്തത്. അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് എടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ടാണ്. കുറച്ച് ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി 2-3 പച്ചമുളക് കൂടി വേണം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ഇതിന് നന്നായിട്ട് ഒന്ന് വേവിക്കാൻ തന്നെ ഒറ്റ വിസിൽ വരുന്ന വരെ മാത്രം കേട്ടോ. വെച്ചാൽ ഇത് സോക്ക് ചെയ്ത പരിപ്പാണ്. അരമണിക്കൂർ മുമ്പേ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒറ്റ വിസിൽ വന്നിട്ട് തീ ഓഫ് ചെയ്ത് ഇടുക. അപ്പോൾ അവിടെ നേരം കൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് ബീഫിൻ്റെ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ കല്യാണത്തലേന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ ബീഫിൻ്റെ സ്പെഷ്യൽ ഇഷ്ടമാണ്. അപ്പോൾ അതാ അത്യാവശ്യം ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ഉള്ളതാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ മെഷർമെൻറ്റും എല്ലാം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. കളർ മാറണ്ട കേട്ടോ. ബ്രൗൺ ആവണ്ട, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ അതാ നന്നായിട്ട് വാടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. കാരണം ഇതിൽ മുളക് പൊടി ചേർക്കാത്ത കറി ആയതുകൊണ്ട് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ ഈ എഴുതി കാണിക്കുന്ന മൊത്തം കേട്ടോ. ഇതിലേക്ക് എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താണ്. അതും അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണി മസാലേൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇതിവിടെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി മസാലേൻ്റെ പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാം നിങ്ങൾ ഏത് ബിരിയാണി മസാലേൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കലെന്ന് വെച്ചാൽ ആ പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതാ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടി മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തത്. എല്ലോട് കൂടിയുള്ള ബീഫാണ്. ഈ ഒരു ബീഫ് ഇഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വേണ്ടത് നമ്മൾ ബിരിയാണിക്കൊക്കെ പറയുന്ന പോലെ തന്നെ നെയ്യും പാടയൊക്കെ ഉള്ള ബീഫായിരിക്കണം കേട്ടോ. കുറച്ച് നെയ്യോട് കൂടിയുള്ള ബീഫാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിയിലാണ് ഈ ഒരു ഉള്ളി മസാല ഉള്ളത്. അപ്പോൾ അതും ഈ ഒരു ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. അവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ ആണ് എടുത്തത്. അപ്പോൾ 2 വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് കൊടുത്തണം. ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേവാനുള്ള ഒരു വെള്ളം, അടി പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 കപ്പ് മതിയാവും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് മിക്സ് ചെയ്യണമെന്നില്ല. ആദ്യം നമ്മൾ മിക്സ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ അടിയൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ടിത് നമ്മൾ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ച് വേവിച്ചെടുക്കട്ടോ. വലിയ പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ 1-2 വിസിൽ മതിയാവും. കുറച്ച് പഴയ കുക്കറൊക്കെ ആണെങ്കിൽ 4-5 വിസിലൊക്കെ വേണ്ടി വരും. പിന്നെ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചായിരിക്കും വേവൊക്കെ. ഞാനിവിടെ 2 വിസിൽ വരുന്ന നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമ്മളിനിപ്പോൾ അടുത്തത് ചോറിൻ്റെ പണിയിലേക്ക് പോവുകയാണ് കേട്ടോ. നെയ്ച്ചോറ് നമ്മൾ ആ ഒരു കല്യാണപ്പുരയിൽ കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ, പശു നെയ്യ്. അതിലേക്ക് ഇതാ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ പിന്നെ വെളിച്ചെണ്ണയിലാക്കിയെന്നേ ഉള്ളൂ. അതിലേക്ക് ഇതാ ഒരു പിടിയോളം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ഒരു ചെറിയ ഉള്ളി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കളറൊന്നും മാറരുത്, ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മസാലകളാണ് വേണ്ടി കേട്ടോ. കുറച്ച് നമ്മളെ
ഏലക്കായ് വേണം, കുറച്ച് ഗ്രാമ്പു വേണം, കുറച്ച് പട്ട വേണം. ഇത് മൂന്നും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് നല്ലോണം വേണം കേട്ടോ. പിന്നെ നെയ്ച്ചോറും ബിരിയാണിക്കൊക്കെ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ച് ഒരു 10-15 ഏലക്കായ് 15 ഉണ്ടാവും, ഗ്രാമ്പും അതുപോലെ തന്നെ കുറച്ച് പട്ടയും. ഇനി അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനിവിടെ കഴുകി വെള്ളത്തിൽ വാർത്ത് വെച്ചിട്ടുള്ള കയമ അരിയാണ് കേട്ടോ, ജീരകശാല അരിയാണിത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ പൊതിർത്തിയിട്ടല്ല എടുത്തത് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെക്കുന്ന നെയ്ച്ചോറാണ്. അപ്പോൾ അതാ കഴുകിയിട്ട് ഊറ്റി കൊണ്ടുവന്നതാണ്, അപ്പോൾ നമ്മൾ പൊതിർത്തിയതല്ല. അപ്പോൾ അതാ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നിന് നമ്മൾ തീ ഒന്നൊരു മീഡിയത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കേണ്ട പാകം എന്ന് പറഞ്ഞാൽ ഇത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ആ ഒരു അരിയൊക്കെ നല്ല സിൽക്കി പോലെ ആവും. അതുവരെയാണ് നമ്മളത് വറുത്തെടുക്കേണ്ടത്. അതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നെയ്ച്ചോറായതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ തന്നെ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ 1 കപ്പിന് 1.5 അല്ലെങ്കിൽ 1.25 കപ്പ് അങ്ങനെയാണ് നമ്മൾ വെള്ളം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാനുള്ള ചാൻസ് ഉണ്ട്. അടിയിൽ മസാല ഒക്കെ വരുന്ന നേരം ആ ഒരു 1.5 എന്നുള്ള കണക്ക് മതിയാവും. ഇതിപ്പം നമുക്കിപ്പോൾ അങ്ങനെയല്ല, നെയ്ച്ചോറ് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു ഡബിൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു 3 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ലേശം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്, ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ചോറ് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ബീഫ് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നോക്കുക, ആ ബീഫൊക്കെ നന്നായിട്ട് വെന്താണ് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ ഈ ഉരുളക്കൊക്കെ അതിലങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അത്രയും നല്ല ഇതിലാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നമുക്ക് തേങ്ങ ഒന്നും പാരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ വലിയൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു 2 കിലോ ബീഫ് മൊത്തത്തിൽ വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഏകദേശം ഒരു 4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്, 1ഉം 2ഉം അങ്ങനെ വേറെ ഒന്നുമില്ല. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇതാ ആ ഒരു പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ തിളപ്പിക്കണം കേട്ടോ. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ അതിലങ്ങ് വെന്ത് ഉടഞ്ഞതായതുകൊണ്ട് തന്നെ വേഗം അങ്ങ് കട്ടിയായിട്ട് വരും. ഇനിയിപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് അധികം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതൊരു ടിപ്പാണ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു ബിരിയാണി മസാലേൻ്റെ പൊടി ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ചും കൂടി ആ ഒരു ബിരിയാണി മസാലേൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ആ ഒരു ലാസ്റ്റ് ഇട്ടിട്ട് തിളയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അതിനാണ് അത് ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള കല്യാണ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ബീഫിൻ്റെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇഷ്ടം എന്നാണ് പറയുക, സ്റ്റ്യൂ. അത് നമ്മൾ പറയുന്ന വാക്കാണ് ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഇറക്കി വെക്കാം. അപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിന്. അപ്പോൾ പാകത്തിനാണുള്ളത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതുവരെ ഇത് ഇളക്കിയിട്ടില്ല, ചെറിയ തീയിലാണ് വേവിച്ചത്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഉടഞ്ഞു പോകൂല കേട്ടോ. ചോറ് ഇങ്ങനെ കുഴഞ്ഞു നിൽക്കൂല, നല്ല പാകത്തിലായിട്ട് കിട്ടും. നമ്മൾ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു പോകരുത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം. അടിപൊളിയായിട്ടുള്ള നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുന്നത് പരിപ്പ് കറിൻ്റെ ബാക്കിയിലേക്ക് പോകണം കേട്ടോ. പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് വേവിക്കേണ്ടില്ല. ഒരു ഒറ്റ വിസിലാകുമ്പോഴത്തേക്കന്നെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. നമ്മൾ ഉപ്പില്ലാണ്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറവാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അതാ ലേശം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഇട്ടോ. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളി തന്നെയാണ് ഇട്ടത്. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടെ വേണം കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്. നമ്മൾ അരച്ച് ചേർക്കില്ല ചെയ്യുക, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതാ ചെറുതായിട്ടൊരു കളറ് മാറുന്ന വരെ ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറണം കേട്ടോ, ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ കരിവേപ്പിലയും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ. ഇനിയിപ്പോൾ ചുവന്നമുളക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണില്ല. അപ്പോൾ ആ ഒരു കരിവേപ്പിലയും നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താളിപ്പിൻ്റെ ഇതെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ താളിക്കാന്നാണ് ഇതിന് പറയില്ല, തൂമിക്കാന്ന് പറയും, എല്ലാം പറയും. അപ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതിൽ തേങ്ങ അരക്കലും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പരിപ്പിൻ്റെ കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ ഭാഗത്തേക്കുള്ളതാണ്, ആ ഒരു വടകര ഭാഗത്തേക്കുള്ള കല്യാണ തലേന്ന് കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് കറി, വെറുതെ കഴിക്കുക. അപ്പോൾ അതും ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ചിക്കൻ ഇവിടെ മസാല തേച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ബാക്കി എല്ലാ കറിയും അതുപോലെ ചോറും എല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പൊരിക്കാൻ നിൽക്കുന്നത്. അത്രയും സമയം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതങ്ങനെ ഒരുപാട് അങ്ങ് ചെറിയ തീയിലാക്കി വെക്കണ്ട, ഒരു മീഡിയം തീയിലാക്കി വെച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റ് മാക്സിമം ഒരു ഭാഗം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. തിരിച്ചിട്ടാലും നമുക്കൊരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നല്ലൊരു കോട്ടിങ് അതിന്മേലുണ്ടാവും. നമ്മൾ മുട്ടയും ആ ഒരു കോൺഫ്ലവർ ഒക്കെ അതിൽ ചേർത്തോണ്ട് തന്നെ ചെറുതായിട്ടൊരു കോട്ടിങ്ങും കൂടി അതിനുണ്ടാവും. ഒരു പുറമേ ഒരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതവിടെ പൊരിയുന്ന നേരം കൊണ്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി ഇതിന് നിർബന്ധമാണ്. അപ്പോൾ അതാ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ് വേണം, പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് 2-3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരക്കണ സമയത്ത് ഈ ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും ഉപ്പും, ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഉപ്പും കൂട്ടി അരച്ചതാണിത്. ഇപ്പോൾ ഈ ഒരു രീതിയിലിട്ട് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയത്, വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്തതാണ് ഇത്. ഒന്ന് ഒതുക്കിയെടുക്കാന്ന് പറയില്ല, അങ്ങനെ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മളെ ചിക്കനൊക്കെ അപ്പോഴത്തേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് 2 ഭാഗവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ കല്യാണച്ചോറ് അല്ലെങ്കിൽ മംഗലച്ചോറിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ പറയാം, ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ശ്രീലങ്കൻ്റെ മരിയക്കൾ വന്നിട്ടുണ്ട്. ഇളയ ബംഗ്ലാസ്മിച്ചാൻ്റെ മക്കളാണ് നവാസും നിഹാലും. നവാസിൻ്റെ ഫാമിലിയും ഇപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതാണ്. വെക്കേഷന് നാട്ടിൽ പോയതായിരുന്നു. അപ്പോൾ ഫായും മോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഫ്രൈഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു മംഗലച്ചോറ് തന്നെ ആക്കാമെന്നുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബീഫിൻ്റെ ഇഷ്ടം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, നല്ല അഭിപ്രായം കിട്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ തന്നെയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടത്. എരിവില്ലാത്ത കറിയും അങ്ങനെ ഒരുപാട് അങ്ങ് എരിവില്ല. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രം കൂട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ പരിപ്പും വിളമ്പുന്നുണ്ട്. പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വെറുതെ അങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് സൂപ്പൊക്കെ കുടിക്കുന്ന പോലെ സ്പൂൺ കൊണ്ട് വെറുതെ കഴിച്ചു കൂട്ടാം. അങ്ങനത്തെ ഒരു പരിപ്പ് കറിയാണ്, നല്ല ടേസ്റ്റാണത്. പിന്നെ ഏത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിൻ്റെ റെസിപ്പിയും കൂടിയാണ്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചത് അത് ഒരു പ്ലേറ്റിലിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് നമ്മളൊരു ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതാ കുക്കുമ്പറും ക്യാരറ്റും ഉള്ളിയും ഇത് 3 കൂടെ ഒന്ന് സുർക്ക ഒഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ടേബിളിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഒരു മംഗലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്നാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, കല്യാണപ്പുരയിൽ നമ്മളെപ്പോഴും കാണുന്നതാണ്, പക്ഷെ അത് ഓർമ്മയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം BMR എന്ന് പറഞ്ഞിട്ടുള്ള ജിദ്ദയിലെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ട് കണ്ടതാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അവിടെ പോകാത്തവരുണ്ടെങ്കിൽ പോയി നോക്ക്, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അവരെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.